വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായെ വിടാതെ രാഹുൽ ഗാന്ധി. പോലീസ് നരനായാട്ടിന് ഉത്തരവാദിയായ അമിത്ഷാ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ബിജെപിയും RSSും അടക്കമുള്ള സംഘപരിവാറിനോട് മാപ്പ് പറയില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, സഭയിലേതിന്റെ ബാക്കിയായി രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ അമിത്ഷായെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ആവർത്തിക്കുകയാണ്. അത് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള നടപടി, അത് അമിത്ഷായെ അറിയാതെ ഒന്നും ഇവിടെ നടക്കില്ല എന്നാണ് രാഹുൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. റോഷ്നി, രാഹുൽ ഗാന്ധി എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എതിരെ നിലപാട് ഘടിപ്പിക്കുകയാണ്. അമിത്ഷായെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമിത്ഷാ രാജിവെക്കണം അല്ലെങ്കിൽ പുറത്താക്കണമെന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അമിത്ഷാ അറിയാതെ ഇത്തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല. അതല്ല, കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് കഴിവുകേട് മാത്രമാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. നിലവിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് രാഹുൽ വ്യക്തമാക്കുകയാണ്. നേരത്തെ പാർലമെന്റിൽ ഈ സംഘർഷം നടക്കുമ്പോൾ അമിത്ഷാ നിരന്തരം ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചിരുന്നു. അത് താൻ കണ്ടതാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി തന്നെ അമിത്ഷായ്ക്ക് അറിയാം. വിവിധ സേനകൾ, അത് CRPF ആകട്ടെ, അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ ദില്ലി പോലീസ് ആകട്ടെ, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് അമിത്ഷായാണ്. അതുകൊണ്ട് അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതേസമയം നിലവിൽ ഇന്നിപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന ബില്ലിനെ പൂർണ്ണമായും രാഹുൽ ഗാന്ധി തള്ളുകയാണ്. ഈ ബില്ലിൽ പുതിയതായി ഒന്നുമില്ല. കൃത്യമായി തന്നെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുമെന്ന് ബില്ല് സ്ഥിരീകരിക്കുന്നു. അതിൽ ശിക്ഷ നൽകുക മാത്രമാണ് ബില്ല് ചെയ്യുന്നത്. അല്ലാതെ ചോദ്യപേപ്പർ അല്ലെങ്കിൽ പരീക്ഷാ ക്രമക്കേട് തടയാൻ ഒന്നും ബില്ലിൽ ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഓപ്പറേഷൻ വേണ്ട സ്ഥലത്ത് ബാൻഡേഡ് ഒട്ടിക്കുന്നു. പക്ഷേ ഒരു ബാൻഡേഡായി പോലും ഈ ബില്ലിനെ കാണാൻ കഴിയില്ല എന്നാണ് രാഹുൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്നിപ്പോൾ സഭയിൽ നടന്ന കാര്യം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നൽകും എന്നൊരു നിലപാട് ഉണ്ടായിരുന്നു. താൻ RSSനോടോ അല്ലെങ്കിൽ BJPയോടോ മാപ്പ് പറയില്ല എന്ന നിലപാട് കൂടി രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ ശക്തമായ പോരാട്ടം തുടരാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. അത്തരത്തിൽ തീരുമാനം എടുക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കും വരെ ഈ പോരാട്ടം തുടരുമെന്നും രാജ്യത്തെ യുവാക്കൾക്ക് നീതി ലഭിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളെ പോലീസ് കൈകാര്യം ചെയ്തു, പ്രത്യേകിച്ച് എയർ ഗണ്ണുകൾ, അതോടൊപ്പം തന്നെ ലാത്തിയിൽ ആണിയടിച്ച് ആക്രമിച്ച് അടക്കമുള്ളതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളൊക്കെ കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും മാധ്യമങ്ങളെ കണ്ടിപ്പോൾ ലോക്സഭയിൽ ഉണ്ടായതിന്റെ ബാക്കി എന്ന നിലയിൽ വലിയ ശക്തമായ ആക്രമണം രാഹുൽ ഗാന്ധി BJPക്കും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എതിരെ നടത്തുകയായിരുന്നു. പ്രധാനമന്ത്രി ആ രാത്രി ഇറക്കിയ വീഡിയോയും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി തകർത്തത് മോദിയാണ്, ഒറ്റയടിക്ക് ഇതൊക്കെ പരിഹരിക്കാം എന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു. റോഷ്നി, മാത്രമല്ല ബില്ലിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാണല്ലോ നോബിൾ. അതായത് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഒന്നുമില്ലാത്ത ഒരു ബില്ല്, ശിക്ഷ മാത്രം ഇരട്ടിപ്പിക്കുന്നു. അത് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ഉദാഹരണം, ഒരു സർജറി വേണ്ട സ്ഥലത്ത് ഒരു ബാൻഡേഡ് ഒട്ടിക്കുമല്ലോ, ഈ ബില്ലിനെ ബാൻഡേഡ് എന്ന് പോലും പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചർച്ച ചെയ്യാൻ ഒന്നുമില്ലാത്തൊരു ബില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാർ വളരെ കൊട്ടിക്കൊഴിച്ചുകൊണ്ടാണ് ഈ ബില്ല് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഏതാണെങ്കിലും രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു നിലപാട് ബില്ലിന്റെ കാര്യത്തിൽ പങ്കുവയ്ക്കുന്നില്ല. കാരണം നിലവിൽ ചോദ്യപേപ്പർ ചോർച്ചകൾ തുടരും എന്ന് വ്യക്തമാക്കുന്നതാണ് ബില്ല്. അത് ശിക്ഷകൾ നൽകുക, ശിക്ഷകൾ ഇരട്ടിപ്പിക്കുക മാത്രമാണ് ഈ ബില്ലിൽ വ്യവസ്ഥകളുള്ളൂ. ഒരു തരത്തിലും ഒന്നുമില്ലാത്തൊരു ബില്ലാണ് ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. റോഷ്നി പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ വേണ്ട സ്ഥലത്ത് നമ്മൾ ബാൻഡേഡ് ഒട്ടിക്കും, പക്ഷേ ആ ബാൻഡേഡായി പോലും ഈ ബില്ലിനെ കാണാൻ കഴിയില്ല എന്ന് രാഹുൽ വിമർശനം ഉന്നയിക്കുന്നു. ചോദ്യപേപ്പർ ചർച്ച തടയാൻ ഒന്നുമില്ല, ശിക്ഷ ഇരട്ടിപ്പിക്കുക മാത്രമാണ് ബിൽ ചെയ്യുന്നത് എന്നാണ് രാഹുൽ ബില്ലിനെതിരെ എന്താണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എതിരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൂണ്ടിക്കൊണ്ടാണ് വലിയ വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ ലോക്സഭയിൽ ഈ വിഷയം സജീവമായി തന്നെ കോൺഗ്രസ് ഉയർത്തും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. നാളെയൊക്കെ ഇനിയിപ്പോൾ ലോക്സഭയിൽ എന്താണെങ്കിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. രാജ്യസഭയിലാണെങ്കിൽ നാളെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്യും. അതാണെങ്കിലും പ്രതിപക്ഷം പിന്നോട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയുടെ ഉത്തരവാദി. അതിൽ അമിത്ഷാ രാജിവെക്കണമെന്ന നിലപാട് കോൺഗ്രസ് ശക്തമായി തന്നെ ഉന്നയിക്കുന്നു.